ഉത്ഭവിച്ചവർ കൊണ്ടോ മരണമില്ല എന്നു ഭഗവാനെ. ഉത്ഭവിച്ചവർ കൊണ്ടോ മരണമില്ല എന്നു മർത്യന്മാർ കേജിൽ ജനിച്ചിടിനാൽ അപ്പോൾ തന്നെ മൃത്യുവിൻ വശം പ്രാപിച്ചിടുവോരതും എന്നീ മധ്യമ വയസ്സിൽ കേച്ചിൽ പ്രതിഭവിക്കുന്നു. വൃദ്ധന്മാരായി മരിച്ചിടുന്നു ചിലരെല്ലാം. ആർക്കുമേ മരണമില്ലാതെ ഒരു ലഗതിൽ ഓർക്കിനി ഒരുത്തരില്ലെന്ന് മിക്കതും സുതിയാക്കാലം മുതലാദിയായ ഒരു വീട്ടിന്മേൽ 25 ആണ്ടിലേറെയില്ല ഇരിപ്പാർക്കും മാനുഷർക്കോ പൂർവർമ്മത്തിൽ അവസാന കാലത്ത് വൃത്തി ഭവിക്കുന്നതും നിജമാതാവ് ഉദരത്തിൽ ഭവിച്ചപ്പോൾ തന്നെ ദാതാവിൻ നിയോഗം അത് അന്തരം വരെയല്ലോ. ഏതു മരണകാലത്തിങ്കൽ ഓരോ വിധം ജാതനായിടുമ്പോഴേ വെപ്പിപ്പോർത്രയോ പുണ്യപാപങ്ങൾ നാന്താൻ ചെയ്വതിൻ ഫലമൊഴിഞ്ഞെന്നീ മറ്റൊരു തുണയില്ലെന്നതിരിക്കെ നിർണയോ ദേഹങ്ങൾ കൂടാതെ കണ്ടൊരേടത്തും നിന്നുകൂടുകയില്ല ദേഹങ്ങൾക്കെന്നാലപ്പോൾ മുന്നിലേത് ഓരോന്നൊഴിഞ്ഞിടിനാൽ ഉടനുടൻ പിന്നെയും തൃണജടോകങ്ങൾ എന്നതുപോലെ ചെന്നുതാൻ ഓരോന്നെടുത്തിടുന്നതെല്ലാം തന്നാലെന്ന ഉരാഗമതുല്യരായി നിരന്തരം മുന്നിലെ അനുകരിച്ചിടിനോരവസ്ഥകൾ പിന്നേതി സ്മൃതി ഉണ്ടാകായുന്നുമായ വശ നിർമ്മലന്മാർക്കു പോലും നിദ്രയിൽ കാണായവൻ മനക്കാമ്പിൽ തോന്നായും ഇതങ്ങുണർന്ന് ഓർത്താൽ പിന്നെ അങ്ങ് അതുപോലെ നിദ്രയും മരണവും മന്നവാ തമ്മിൽ തുലോമുക്കിൽ ഒരു ഭേദം കർമ്മവാസനയ്ക്കൊത്തവണ്ണമേ മരിക്കുമ്പോൾ തൻ മനോഗതികൾ എന്തൊന്നതായി വരും. പിന്നെ ജന്മനി മായാവശാൽ ആത്മജ്ഞാനാർത്ഥം തെളിഞ്ഞന്വേഷിച്ചവർക്കും നീക്കിടാവതല്ല നൂനും ദേഹമായത് പഞ്ചഭൂതേകം അതികലി ദേഹികൾക്ക് അകമ്മതി ചേർന്ന് ഭവിച്ചരും കാലമുണ്ടല്ലോ ജന്മസങ്കടം പരമാത്മാ മൂലഭാവന കൊണ്ട് മുക്തിയും താനേ വരും കേവലം മനസ്സതിൻ കാരണം എന്നും വന്നു. ജീവനും പരനും ഒന്ന് ഇല്ല സംശയം ഏതും. കാരണം സ്വയം ജ്യോതിരാനന്ദാത്മാവിൻ ഒരു നേരവും ശരീര സംബന്ധമില്ല അറിയണം. തേജോരൂപിണി ജഗദ്വ്യാപിനി പരബ്രഹ്മ വീച്ചിനി ചയേ പ്രതിബിംബിത ഗുണങ്ങളാൽ ഭേദവർണ്ണങ്ങൾ സകലേഷു കാണുന്നു. സഖമോദേന തെളിഞ്ഞ് ആത്മജ്ഞാന സംഗ്രഹം പരന്നിയതു വിചാരിച്ചു കാൺകടോ നനിത്യാത്മനാ തെളിഞ്ഞല്ലാതെ മറ്റേ വണ്ണം പേയായ ദുരുന്മേഷാൽപജ്ഞന്മാരെപ്പോലെ
വേണ്ടു. സോദരിയായ ദിവ്യകന്യക തന്നെ കൊല്ലായികാൽ ആദരാലയ്ക്ക നീ ദീനവത്സലനല്ലോ. കാരുണ്യവും അകക്കാമ്പിൽ ഇല്ലയോ. പേടിച്ചിവൾ ആരക ഉഴന്നു കേഴുന്നതു കണ്ടാൽ. അയ്യോ പാപം, എത്രയും ബഹുസ്നേഹമുള്ളവളിൽ കോപം നീ വണ്ണം ഉണ്ടായത് എന്തൊരു ചിത്രം. കേശഭാരവും വിട്ടു മണ്ഡലാഗ്രഹം തിച്ചു. പേശലമതേ കല്യാണോത്സവ ഘോഷത്തോടും കൂടവേ സവിദ്രുതമായ വകമ്പൊക്കു കൂടലർക്കുലകാല കല്യാണം കഴിച്ചേതും വാടാതെ നിരൂപിച്ചു കൽപ്പിക്കാൻ നമുക്കിനി കേടുകൂടാതെ. വാഴ്വാനുള്ള നല്ലവയെല്ലാം ശ്രീ വസുദേവരിത് ഓരോരോ തരം മുതൽ നാവോളം പറഞ്ഞത് കേട്ടിയിലേന്നൊഴിഞ്ഞൊരു ഭാവവൈവന്യങ്ങൾ സ്വന്തം കലമാറ് കാണാൻ അവതന്ത്. എനിക്ക് അവൾ തന്നെ ഒന്നിനും മഹാപാപിയ. ഇവൻ കയ്യിൽ നിന്നതോ മതിയാതെ വേർപെടുത്തുടങ്ങു കൊണ്ടുപോവതിനെന്ന് ചേതസി വിചാരിച്ചു കൽപ്പിച്ച. ഇവൾ വെറും ബോധങ്ങളോ മാത്തൽക്കാലേ ഞാൻ മടിയാതെ പരാതെ കൂടെ കൂടെ കൊണ്ടുവന്നിങ്ങു നൽകുമാറും സത്യം ചെയ്താൽ പോരെന്നിരിക്കിലോ. കാമിനി തന്നെ കള്ളല്ലാകിൽ അപരാധം നാം ഒഴിഞ്ഞിടുമെന്നല്ല ഉറച്ചവൻ. മെല്ലവേ വാളും കയ്യുന്നതിനുടെ മാറിൽ ചേർത്തു തുല്യനായി അവനോട് പിന്നെയും സമ്മാനിച്ചു ചൊല്ലിനാൻ. ഭോജവംശത്തിന് അലങ്കാര കല്യാണം മണിയായ രത്നദീപമേ കംസ നല്ലതു നിനക്കിന്നു ചൊല്ലുവാൻ. ഇതു നീ വല്ലാതെ കർമ്മം ചെയ്യുവാൻ ഒരായിക മകാമത്. ഹരേ